അപ്സര ഇപ്പൊ ജിൻഡോയെയാണ് വിടാതെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ ജിൻഡോയുടെ ഒരു സ്ക്രീൻ ഷോട്ട് ഒക്കെ എടുത്തിട്ട് കോപ്രായം കാണിക്കുന്നത് കണ്ടു. ഇപ്പോ കുറച്ച് മുമ്പ് ലൈവിനകത്ത് ജിൻഡോയുടെ അടുത്ത് എന്തോ ഒരു കുട്ടികളെ കാണിച്ച് ചിരിച്ചു കളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തൊരു മാറ്റമാണിത്. ആ സമയത്ത് അപ്സര തമാശയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ചു വിടുന്നത്, വിഷമുള്ള പാമ്പിനെയാണ് നോവിച്ചു വിടുന്നത് എന്ന്. ചിരിച്ചോണ്ടാണ് പറയുന്നത് കേട്ടോ, കാര്യമായിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകര് അത് കാര്യമായിട്ട് എടുക്കും. അപ്പൊ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു, പാമ്പെ പോ, സാത്താനെ പോ, എന്നെ ഉപദ്രവിക്കാതെ പോ. ജിൻഡോയും തമാശയായിട്ട് എന്തോ ഒരു ആക്ടിന്റെയോ കുട്ടികളുടെയോ ഭാഗമായിട്ട് പറയുന്നതാണല്ലോ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അപ്സര കളിക്കുന്ന ഡബിൾ ഗെയിമിന് വലിയ ആയുസ് ഒന്നും ഇല്ല. ശ്രീരേഖ ഡബിൾ ഗെയിം കളിച്ച് വെറുപ്പിച്ച അത്രയും എവിഡന്റ് അല്ല ഇത് എങ്കിലും നമുക്കൊരു മാറ്റം ശരിക്കും മനസ്സിലാവാനുണ്ട് അപ്സരയില്. ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ മുതലാണ് ജിൻഡോയുമായിട്ട് അപ്സര ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. അതാണ് മാറ്റം എന്ന് ഞാൻ പറയുന്നത്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പ്രേക്ഷകർ നോട്ട് ചെയ്ത് വിലയിരുത്തുന്നുണ്ട്. സഖ്യം മാറുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രേക്ഷകരെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പുറത്തുനിന്ന് ആളുകൾ വന്ന് ഓരോന്ന് പറയുമ്പോൾ അത് കേട്ട് അപ്രോച്ച് മാറ്റുന്നതാണ് പ്രശ്നം. പിന്നെ ഇന്ന് അപ്സരയുടെ ഫാമിലിയാണ് കേട്ടോ കയറുന്നത്. പിന്നെ സായിയുടെ ഫാമിലിയും വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്സരയുടെ ഫാമിലി എന്തൊക്കെ അപ്സരയോട് പറയുമെന്ന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ജിൻഡോയെ കുറിച്ചിട്ട്. ലൈവിൽ അത് കാണാനായിട്ട് കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.